കോഴിക്കോടുകാരാണെങ്കിലും ഞങ്ങളുടെ വീട്ടിലങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ വീടെന്ന് പറയുമ്പം എൻ്റെ പേരൻസിൻ്റെ വീട്. കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കും. സാഗർ ഹോട്ടലായിരുന്നു അന്ന് ഞങ്ങളുടെ ഫേവറേറ്റ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഫ്രണ്ട് വന്നിട്ട് ഇന്നലെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മമ്മി സൂപ്പർ ബിരിയാണിയൊക്കെ വെക്കുന്ന പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ ബിരിയാണി വെക്കുക എന്ന് പറയുന്നത് കുക്കിങ്ങിൽ അപാര സ്കില്ലുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വൻ സംഭവമാണ്. അങ്ങനെ ഞാനും വെച്ചൊരു ബിരിയാണി എൻ്റെ മോന് 2 വയസ്സുള്ളപ്പം എൻ്റെ ഹോട്ടൽ ഫുഡ് കൊടുക്കണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അത് തന്നെയാണ് എൻ്റെ വീട്ടിലത്തെ ആദ്യത്തെ ബിരിയാണി. സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം എനിക്കൊരു ക്യാപ്റ്റൻ ശ്രീകുമാർ മൊമെൻ്റ് ആയിരുന്നു. ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഒരു വീട്ടിൽ നമ്മൾ എന്ത് ഊള ബിരിയാണിയാണ് വെച്ചതെങ്കിലും നമ്മളൊരു സ്റ്റാർ ആണല്ലോ. ശരിക്കും ബിരിയാണിയൊക്കെ വെക്കുന്നവർ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ തോന്നും ഇതാണോ നിൻ്റെ ബിരിയാണി. പക്ഷേ ദിസ് ബിരിയാണി ഈസ് വെരി സ്പെഷ്യൽ ടു മീ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി റെസിപ്പി അല്ലേ. പിന്നെ ഈ സൈഡ് ഡിഷ് കണ്ടേ, ഇതെന്ത് ഊള സെർവിങ് എന്ന് വിചാരിക്കേണ്ട. ഞാനിപ്പോൾ കുറച്ച് ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഇൻക്ലൂഡ് മോർ വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ വല്ല ബിരിയാണി കഥകൾ?